ജിനീസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മഷ്റൂം മസാലയാണ്. നമുക്ക് നോക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം മഷ്റൂം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യം ഞാൻ കഴുകി എന്നിട്ടൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇതെടുത്തേക്കുന്നത്. ഇതിന് കുറേ കറയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായത് ഒരു സവാള എടുത്ത് ഈ വലിപ്പത്തിൽ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു പെപ്പറിൻ്റെ റെഡ് പെപ്പറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, ബെൽ പെപ്പർ, അതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഒരു ഹാഫ് പീസ് ലെമൺ, ഒരു 3 പച്ചമുളക് 4ആയിട്ട് കീറിയത്, പിന്നെ ഒരു തക്കാളി എടുത്ത് പേസ്റ്റ് ആക്കിയത്, പിന്നെ അതിലേക്ക് ആവശ്യമായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ എടുത്ത് വച്ചേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, എണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഞാൻ ഈ മഷ്റൂം ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഞാനൊരു 6 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുവാണ്. ആ ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ചിപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായി വഴന്ന് വരട്ടെ. ഈ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് ലോയിലാക്കി വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡറും ഉലുവയുടെ ഇല പൊടിച്ചതും കൂടെ ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാനൊന്ന് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബെൽ പെപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലെമണും ജ്യൂസും കൂടെ എടുത്ത് വെച്ചിരുന്ന ആ ഹാഫ് ലെമണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു 5-8 മിനിറ്റ് വെച്ചേക്കാം. എന്നിട്ട് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ കൂണും ബെൽ പെപ്പറും എല്ലാം കൂടെ ഒന്ന് നന്നായി കുറച്ച് കുക്കിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോയുടെ പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടി
ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇലയും ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് വരും. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാൻ പോകണം. 5 മിനിറ്റ് ഒന്നും കൂടി ഇരിക്കട്ടെ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോവുമായി വരും വരേക്കും ബൈ.